ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ അമ്മയാണെങ്കിൽ ജയന്തിയെ അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ടാണെങ്കിൽ ജയന്തി പേടിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം ശ്യാമയുടെ അമ്മ ശ്യാമയെ ഉപദേശിക്കുന്നുണ്ട്. നീയാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്, നീ എന്താണ് തിരിച്ചൊന്നും പറയാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ പറയാണ്, നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവുകയല്ലേ, അതുകൊണ്ട് മൂഡ് കളയണ്ടെന്നൊക്കെ കരുതിയെന്നൊക്കെ പറയുന്നു. ശ്യാമയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അത് മാത്രമല്ല, മോളാണെങ്കിൽ ആനന്ദ നിലയത്തിൽ പോയിട്ട് അവരെ എല്ലാവരെയും അനുഗ്രഹം വാങ്ങണം, പ്രത്യേകിച്ച് അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ പേടിയാകുന്നു, അത് മാത്രമല്ല അഖിൽ സാറിനോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ട് നീ പോകണമെന്ന്. അങ്ങനെ ശ്യാമയാണെങ്കിൽ ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുന്നു. ശ്യാമ ചെല്ലുമ്പോഴാണെങ്കിൽ അമൃതേട്ടത്തി കാണുന്നുണ്ട്. അമൃതേട്ടത്തി ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ശ്യാമയെ സ്വീകരിക്കുന്നു. അവിടേക്കാണെങ്കിൽ ആദിത്യനും വരുന്നുണ്ട്. ശ്യാമ അപ്പോൾ പറയണം, ഞാനൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്, അതിന് അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. അമൃതേട്ടത്തി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് തുടങ്ങാൻ പോകുന്നതെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, കുറെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന്. അത് കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ പറയാൻ, ഇവൾക്ക് എന്ത് പഠിപ്പിക്കാനാണ് അറിയുന്നത്, ഇവള് വല്ല കോഴി വളർത്തലോ പശു വളർത്തലോ ആയിരിക്കും നടത്താൻ പോകുന്നത്, അതിനൊക്കെ ഇവളെ കൊള്ളത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ആ ജോലിയും മഹത്വമുള്ളതാണ്, അതിനെ കുറിച്ചൊന്നും കാണണ്ട എന്നൊക്കെ പറയുന്നു. എനിക്ക് എന്ത് ജോലി ചെയ്യാനുള്ള മനസ്സുമുണ്ടെന്നൊക്കെ പറയാണ്. ആദിത്യൻ ആ സമയത്ത് പറയുന്നുണ്ട്, മോൾ അഖിലിനെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അത് തന്നെ നിന്റെ വലിയ മനസ്സാണ്, എപ്പോഴും നിനക്ക് ഞങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനുശേഷം ആദിത്യൻ പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ. ആദിത്യനാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മയോട് പറയാണ്, അമ്മയെ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ നല്ല നിലയിൽ കഴിഞ്ഞതാണ്, പക്ഷെ ഇപ്പൊ അവരുടെ ജോലിയൊക്കെ പോയിട്ട് ഭർത്താവുമായിട്ട് നല്ല കഷ്ടപ്പാടിലാണ്, അതുകൊണ്ട് ഇപ്പോൾ പുതിയ ജോലി തുടങ്ങാൻ പോകുന്നുണ്ട്, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ പറയാണ്, പെൺകുട്ടിയെ കുറിച്ച് കേട്ടപ്പോൾ എനിക്കൂടെ സങ്കടമാകുന്നു, നമുക്ക് പറ്റുമെങ്കിൽ അവളെ സഹായിക്കണമെന്നൊക്കെ പറയുന്നു. ആദിത്യൻ അപ്പോൾ പറയണം, അമ്മയുടെ ഇഷ്ടം പോലെയൊക്കെ സഹായിക്കുന്നു. അതിനുശേഷം വസുന്ധരാമ്മ ആദിത്യന്റെ കൂടെ ഹാളിലേക്ക് വരുന്നു. ഹാളിൽ ചെല്ലുമ്പോൾ ശ്യാമയെ കാണുന്നു. ശ്യാമയെ കാണുമ്പോൾ വസുന്ധരാമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ശ്യാമ അപ്പോൾ വസുന്ധരാമയോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ പുതിയൊരു ജോലിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്, അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വസുന്ധരാമ പറയുന്നുണ്ട്, നിനക്ക് എന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ അഖിയെ തിരിച്ചു തരണം, നിനക്ക് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ അവനെ സ്നേഹിക്കുന്ന പോലെ നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും അവനെ സ്നേഹിക്കാൻ പറ്റുമോ, അത് മാത്രമല്ല ഇത്രയും സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകുമോ, ഇവിടെയാണെങ്കിൽ അവൻ രാജകുമാരനെ പോലെയാണ് ജീവിച്ചത്, അവിടെയാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ അത്ര സ്നേഹം കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിപ്പോൾ എന്റെ ജീവനെക്കാട്ടിൽ കൂടുതൽ എന്റെ അഖി സാറിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് മാത്രമല്ല, സാറിനാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുമുണ്ട്, ആ ശേഷം അതും നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ടെന്നൊക്കെ ശ്യാമ പറയുന്നു. എന്തായാലും അമ്മ എന്നെ ഇപ്പൊ അനുഗ്രഹിക്കത്തില്ല, മനസ്സുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ ശ്യാമ പറയുന്നു. ശ്യാമ പോയതിനു ശേഷം ഐശ്വര്യ ആണെങ്കിൽ വസുന്ധരാമയെ എരിവ് കയറ്റുന്നുണ്ട്. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം ശ്യാമയുടെ അമ്മയാണെങ്കിൽ, ശ്യാമ ഇതുവരെ വന്നില്ലല്ലോ, കുട്ടികളൊക്കെ ക്ലാസ്സിന് വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ആ സമയത്താണെങ്കിൽ അഖിൽ അവിടേക്ക് വരുന്നു. അഖിലാണെങ്കിൽ ശ്യാമ എവിടെ, ക്ലാസ് തുടങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ശ്യാമയുടെ അമ്മയാണെങ്കിൽ എന്തു പറയുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജയന്തി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അഖിലിന്റെ വീട്ടിലേക്ക് പോയതാണ്, അഖിലിന്റെ പെർമിഷൻ പോലും വാങ്ങാതെയാണ് പോയിരിക്കുന്നത്, നിങ്ങളെ ഇറക്കി വിട്ട വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്, അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് ശ്യാമ പോയത്, അഖിൽ അറിയാതെ പോകാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അഖിലിന്റെ മുഖമാണെങ്കിൽ മാറുന്നുണ്ട്. അഖിലാണെങ്കിൽ ഇന്ന് ശ്യാമയെ അടിക്കുമെന്നൊക്കെ ജയന്തി വിചാരിക്കുന്നു. ആ സമയത്താണെങ്കിൽ ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ പോവുകയല്ലേ, അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങാമെന്ന് കരുതിയെന്നൊക്കെ പറയുന്നു. അഖിൽ അപ്പോൾ ചിരിച്ചുകൊണ്ട് ശ്യാമയോട് പറയാണ്, എനിക്ക് തന്നെ മനസ്സിലാകും, താൻ എന്തിനാ പോയതെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അഖിലാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ക്ലാസ് തുടങ്ങണ്ടേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടിയിട്ട് പോകുന്നു. ജയന്തി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ. അതിനുശേഷം ശ്യാമയാണെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. അഖിലും അതുപോലെ അമ്മയും ഒക്കെ അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നു. ജയന്തിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല. വിസ്മയും അരുന്ധതിയും വെളിയിൽ പോകുന്ന സമയത്ത് അരുന്ധതിയുടെ ആണെങ്കിൽ ഒരു ഫ്രണ്ട് കാണുന്നു.
അരുന്ധതിയുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് വിസ്മയുടെ പാട്ടൊന്നും ഇപ്പോൾ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഇപ്പോൾ ഇവൾക്ക് കുറച്ച് കോൾഡ് ആണ്, അതുകൊണ്ടാണ് പാട്ടൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്, ഉടനെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരി എപ്പോൾ പറയുന്നുണ്ട് എന്റെ മകളും വലിയ പാട്ടുകാരി ആകണമെന്നാണ് ആഗ്രഹം, എന്റെ മകളാണെങ്കിൽ ശ്യാമ ടീച്ചറിന്റെ അടുത്താണ് പഠിക്കുന്നതെന്ന് പറയുന്നു. അരുന്ധതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്യാമയോ എവിടെ വെച്ചാണ് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. കൂട്ടുകാരി എപ്പോൾ പറയുന്നുണ്ട് ഒരു തറവാട്ടിൽ വെച്ചാണ്, അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്, നന്നായിട്ട് പാടുന്നുണ്ട്, വിസ്മയുടെ പാട്ട് പോലെയുണ്ട്, വിസ്മയുടെ സ്വരമൊക്കെ തന്നെയാണ്, ഞാൻ വലിയ ഫാൻ ആണെന്നൊക്കെ പറയുന്നു. അവർ പോയതിനു ശേഷം വിസ്മയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമായല്ലോ, ശ്യാമ നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നു. അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമയാണെങ്കിൽ ഇന്ന് ആനന്ദ നിലയത്തിൽ പോയപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ശ്യാമ വിചാരിക്കുകയാണ് അമ്മയുടെയും മകന്റെ ഇടയിൽ തടസ്സമായിട്ടുള്ളത് ഞാനാണ്, ഇവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. അതിനുശേഷം ശ്യാമയ്ക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. ശ്യാമ ഉടനെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചിട്ട് ഒരു പാഴ്സൽ ആണെങ്കിൽ ഞാൻ പറയുന്ന അഡ്രസ്സിൽ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അവർ അതുപോലെ ചെയ്യാമെന്ന് പറയുകയാണ്. ശ്യാമ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പാഴ്സൽ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും മകനെ വിളിച്ചിരിക്കുമെന്ന്. അരുന്ധതിയാണെങ്കിൽ ശ്യാമയെ വിളിക്കുന്നുണ്ട്, വേറെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്യാമയോട് പറയാണ് എന്റെ ഒരു കുട്ടിയെ പഠിപ്പിക്കാനുണ്ട്, അതിനു വേണ്ടി വിളിച്ചതാണ്, എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ 7 മണിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ സൗണ്ട് കേട്ടിട്ട് വിസ്മയുടെ സൗണ്ട് പോലെ ഉണ്ടെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അത് തോന്നുന്നതാണെന്നൊക്കെ. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ 7 മണിക്ക് ഞാൻ കുട്ടിയുമായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം വിസ്മയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് അവൾ ഇങ്ങനെ ക്ലാസ് ഒന്നും എടുക്കാൻ പാടില്ല, നാളെ തന്നെ അവളുടെ പാട്ടൊക്കെ നിർത്തണമെന്ന് പറയുന്നു. അമ്മ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതിനൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിലാണെങ്കിൽ ഒരു കൊറിയർ വരുന്നു. അതെന്താണെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. വസുന്ധരാമ്മ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വസുന്ധരാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതാരായിരിക്കും അയച്ചിരിക്കുന്നതെന്നൊക്കെ. വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇത് എന്റെ മകൻ തന്നെയാണ്, എനിക്കറിയാം അവനെ എന്ന് പറയുന്നു. അതിനുശേഷം അതിന്റെ കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ സ്നേഹപൂർവ്വം അമ്മയ്ക്കെന്ന് എഴുതിയിട്ടുണ്ട്. വസുന്ധരാമ്മ അപ്പോൾ പറയണം എന്റെ മകൻ എവിടെയായാലും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. ആദിത്യനപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അമ്മ തന്നെ ആദ്യം സീറ്റ് കഴിക്കാനെന്ന് പറയുന്നു. വസുന്ധരാമ്മയാണെങ്കിൽ കയ്യിൽ സീറ്റ് എടുക്കുന്നു. പെട്ടെന്നാണെങ്കിൽ നേരത്തെ ഉള്ള കാര്യമൊക്കെ ഓർക്കുകയാണ്. എങ്കിലാണെങ്കിൽ സീറ്റുമായിട്ട് വസുന്ധരാമ്മയുടെ അടുത്ത് ചെല്ലുന്നതും വസുന്ധരാമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതും വസുന്ധരാമ്മയാണെങ്കിൽ തിരിച്ചു വെച്ച് കൊടുക്കുന്നതും ഒക്കെ ഓർക്കുന്നു. അതെല്ലാം ഓർത്തിട്ട് വസുന്ധരാമ്മയാണെങ്കിൽ കരയുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.